സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലുള്ള എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ സംഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിൻ്റെ പഞ്ചക്രിയകൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. 5 കാര്യങ്ങൾ അബ്രഹാം ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവ മെമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി, വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന അബ്രഹാം, തൻ്റെ സ്വന്തം ഭവനത്തിൽ ഇരിക്കുന്ന അബ്രഹാമിനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാം അവിടെ ഇരിക്കുന്നതായ സമയത്ത് തൻ്റെ ജീവിതത്തിലുണ്ടായതായ വീഴ്ചകളെയും ഉയർച്ചകളെയും ഒക്കെ ചിന്തിക്കുന്ന അനുഭവമായിരിക്കാം നടത്തുന്നത്. ഒരു വിചിന്തനം പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കും ഇതുപോലെ ഇരുന്ന് ദൈവസന്നിധിയിലൊന്ന് ഇരുന്ന് കാര്യങ്ങളെ വിചിന്തനം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല, സ്വന്തം കൂടാരവാതിലിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് പലരെയും കാണുവാനായിട്ട് സാധിക്കും, സ്വന്തം കൂടാരവാതിൽക്കൽ ഇരിക്കുന്നതിനേക്കാൾ അന്യഭവനങ്ങളിൽ പോയി ഇരിക്കുന്നതാണ് പലർക്കും ശ്രേഷ്ഠമായിട്ട് തോന്നുന്നത്. കുടുംബജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കണം. രണ്ടാമതായിട്ട് നാം കാണുന്നത് അതിൻ്റെ 2-ാമത്തെ വാക്യം, അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. ഓടുന്ന ഒരു അബ്രഹാം. നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു ഓട്ടക്കളമാണ്. അബ്രഹാമും അത് മനസ്സിലാക്കിയിരുന്നു. ആരാണെന്നറിയത്തില്ല, 3 പേരെ കണ്ടു, അവരെ സ്വീകരിക്കുവാനുള്ളതായ തത്രപ്പാടിൽ ഓടുന്ന അബ്രഹാം. പ്രായമുള്ള അബ്രഹാമാണ്, 100 വയസ്സോളമായി അബ്രഹാമിന്. ആ സമയത്താണ് ഈ ഓടുന്നത്. പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളത്തിലാണ്. അനേകർ ഓട്ടക്കളത്തിൽ ഓടും, ചിലർ മാത്രമേ വിരുദ് പ്രാപിക്കുകയുള്ളൂ എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട്. മുമ്പിലുള്ളത് ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് നാം ഓടണം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഓട്ടം നാം തികയ്ക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അന്ത്യസമയത്ത് മരണത്തിൻ്റെ തൊട്ട് മുമ്പിൽ പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം ഓടി തീർത്തു. നമ്മുടെ ഈ ജീവിതത്തിൽ ഓട്ടക്കളത്തിൽ ശരിക്ക് ഓടുന്ന ഒരു സ്വഭാവം. വീണ്ടും അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അവസാന ഭാഗത്ത്, അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഒരു അബ്രഹാം. അവരുടെ ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ 4 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതെല്ലാം രീതിയിലുള്ളതായ ശുശ്രൂഷയാണ് അബ്രഹാം അവർക്ക് വേണ്ടി ചെയ്യുന്നത്. പ്രിയ വിശ്വാസികളെ, നാമും ദൈവദാസന്മാരാണ്, കർത്താവിൻ്റെ ദാസന്മാരാണ്. അതുകൊണ്ട് കർത്താവിനെ നാം എപ്പോഴും ശുശ്രൂഷിക്കുന്നവരായിരിക്കണം, കർത്താവിന് ശുശ്രൂഷ നൽകുന്നവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുവിശ്വാസികളെയും നാം ശുശ്രൂഷിക്കുന്നവരായിരിക്കണം.
കർത്താവ് പറയുന്നത്, ഞാൻ ശുശ്രൂഷ ഏൽക്കുവാനായിട്ടുള്ള ജനങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. വിശ്വാസികളുടെയും മനോഭാവം അതായിരിക്കണം. എപ്പോഴും ദൈവത്തെയും കൂട്ടുവിശ്വാസികളെയും ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം. അതും ശുശ്രൂഷിച്ച് നിന്നു. ആ തന്ത്രപ്പാട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം കാണുമ്പോൾ അവിടെ പറയുന്നത്, അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന അബ്രഹാം. എന്തിനു വേണ്ടിയാണ് അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നത്? സൊദോമിൽ തൻ്റെ സഹോദരൻ്റെ മകൻ കുടുംബമായി നശിക്കുവാനായിട്ട് പോകുന്നു. അവരുടെ വിടുതലിൻ്റെ അഭയാചനയുമായിട്ടാണ് അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. 22 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആ സംഭവം കാണുവാനായിട്ട് സാധിക്കും. അഭയയാചന ചെയ്യുന്ന അബ്രഹാമിനെ. പ്രിയ വിശ്വാസികളെ, ഇന്നും നാമും ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ നാശം കണ്ട് നാം കണ്ടില്ല എന്ന് അഭിനയിക്കുന്നവരാകാതെ, മറ്റുള്ളവരുടെ നാശം കണ്ട് അവർക്ക് വേണ്ടി അഭയാചന ചെയ്യുവാൻ, അവരെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വലിയവനായ ദൈവം രക്ഷിക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം. വലിയൊരു ബോധം, വലിയൊരു ഭാരം അബ്രഹാമിന് നശിച്ചു പോകുന്ന ലോത്തിനെ പറ്റി ഉണ്ടായിരുന്നു. നമ്മുടെയും ചുറ്റുപാടും എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ സത്യമറിയാതെ നശിച്ചു പോകുന്നത്. ആ എന്നേക്കുമായിട്ട് എരിയുന്ന തീപ്പൊയ്കയിൽ പോകുന്ന ആ സൊദോമിൻ്റെ അനുഭവത്തിലൂടെ, അതിനേക്കാൾ അതിഭയങ്കരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടാണ് രക്ഷിക്കപ്പെടാത്ത ജനങ്ങൾ മുന്നേറിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, അഭയാചന ചെയ്യുന്നവരായിരിക്കണം. 5-ാമതായിട്ട് നാം കാണുന്നത് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു സൊദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോട് കൂടെ പോകുന്ന, യഹോവയോട് കൂടെ പോകുന്ന, യാത്രയയക്കുവാൻ പോകുന്ന, യഹോവയോട് കൂടെ നടക്കുവാനായിട്ടുള്ളതായ വാഞ്ചയുള്ള അബ്രഹാമിനെ താൻ കൂടെ പോയതുകൊണ്ടാണ് ഈ സൊദോമിന് പോകുന്ന ആ വിധവയെ ആ നാശത്തെപ്പറ്റി ദൈവം പറയുവാനായിട്ട് ഇടയായത്. പ്രിയ വിശ്വാസികളെ, നാമും ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ, ഹാനോക്കിനെ പോലെ ദൈവസന്നിധിയിൽ നാം നടക്കുമ്പോൾ, ദൈവത്തോട് കൂടെ നാം നടക്കുമ്പോൾ, നിശ്ചയമായും അനേക സത്യങ്ങൾ ഇന്നും നമുക്ക് ദൈവം നമ്മെ കാണിച്ചു തരും. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ അടുത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്ന് ശുശ്രൂഷിക്കുന്ന ഒരനുഭവം. നാം മറ്റുള്ളതായ വിശ്വാസികളെയും പല ഭവനങ്ങളിൽ വിശ്വാസികൾ വിസിറ്റ് ചെയ്യുന്നതായ സമയത്ത് നാം അവരോട് കൂടെ ഒന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരനുഭവമോ നാം അവർ കാണുന്ന അനുഭവമായിരിക്കില്ല. എന്നാൽ നമ്മുടെ വീടുകളിൽ ദൈവദാസന്മാരൊക്കെ വരുന്നതായ സമയത്ത് അവരെ നാം ആ ഗേറ്റോളം കൊണ്ടുപോയി ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ അനുകരണം, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, ഓടുന്ന, ശുശ്രൂഷ ചെയ്യുന്ന, യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന, യഹോവയുടെ കൂടെ നടക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലും അബ്രഹാമിനെ പോലെ ഉണ്ടായി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ വചന മുഖാന്തരം കൊണ്ട് നമ്മളെല്ലാവരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.